താങ്കൾ ജന്മം കൊണ്ട് ഒരു മാണിക്കാരനാണെന്ന് അറിയാം. അപ്പം എങ്ങനെയായിരുന്നു മാണി ഗ്രൂപ്പിലേക്കുള്ള പ്രവേശനവും രാഷ്ട്രീയത്തിന്റെ തുടക്കവും ഒക്കെ? വളരെ ചെറുപ്പം മുതൽ തന്നെ മാണി സാറിനെ കേട്ട് വളർന്നതാണ്. പഞ്ചായത്ത് പ്രസിഡന്റ് ആയിരുന്ന കാലത്ത് ഞാൻ ലീവ് എടുത്തിരുന്നു. ഒരു ഫുൾ ടൈം പഞ്ചായത്ത് പ്രസിഡന്റ്, അതൊരു എക്സിക്യൂട്ടീവ് പദവിയാണ്. കുറച്ച് നേരത്തെ മന്ത്രി റോഷി സാറിനെ പറ്റി പറഞ്ഞു. അപ്പോൾ ഒരു മന്ത്രി എന്നുള്ള നിലയ്ക്ക് അദ്ദേഹത്തിന് എങ്ങനെ വിലയിരുത്തുന്നു? എനിക്ക് അദ്ദേഹത്തെ കുറിച്ച് നല്ലതേ പറയാനുള്ളൂ. ഞാൻ പണ്ട് അദ്ദേഹം മന്ത്രിയാകുന്നതിന് മുമ്പ് വരെ കണ്ടിട്ടുള്ള എല്ലാ മന്ത്രിമാരെയും അപേക്ഷിച്ച് നോക്കുകയാണെങ്കിൽ അദ്ദേഹം 100% ജനകീയനായിട്ടുള്ള മന്ത്രിയാണ്. അവിടെ നല്ല സൂപ്പറായിട്ടുള്ള ഒരു കെട്ടിടം പണിയാനായിട്ട് മാണി സാർ പൈസ അനുവദിച്ചു, റവന്യൂ ടവർ. അങ്ങനെ ആ സമയത്ത് ഗവൺമെൻറ് മാറി. പിന്നീട് മന്ത്രിയായത് ഇവിടുത്തെ MLA ആയിരുന്ന PJ ജോസഫ് സാറാണ്. അദ്ദേഹം ആ പ്രോജക്റ്റ് കട്ട് ചെയ്തു. 87 ലക്ഷം രൂപ പൈലടിക്കാൻ മണ്ണിൽ കുഴിച്ചിട്ടിരിക്കുന്ന ആ സംഭവം ഇപ്പോഴും അതേപടി കിടക്കുകയാണ്. അവിടെ KM മാണി സാറിൻ്റെ പേരുള്ള ഒരു കെട്ടിടം ഈ ടൗണിൽ പാടില്ല എന്ന് PJ ജോസഫ് സാറിൻ്റെ ഒരു നിർബന്ധം. ഞാനല്ലാതെ മറ്റൊരു ദൈവം പാടില്ല എന്ന് പറയുന്ന പോലെ ഞാനല്ലാതെ ഒരു MLA ഇവിടെ വന്നാൽ അദ്ദേഹത്തിന് ഒന്നും ചെയ്യാൻ സമ്മതിക്കില്ല എന്ന പൊതു നിലപാടായിരുന്നു അന്ന് MLAക്കും ആ കൂടെയുള്ള ആളുകൾക്കും ഉണ്ടായിരുന്നത്. നമസ്കാരം. വിറ്റ്നസിൽ നിന്ന് എനിക്കൊപ്പം മുൻ കരിങ്കുന്നം പഞ്ചായത്ത് പ്രസിഡന്റും ഒപ്പം തൊടുപുഴയുടെ സ്വന്തം ജിമ്മി മറ്റത്തിപ്പാറയാണ്. സാർ, സ്വാഗതം. താങ്കൾ ജന്മം കൊണ്ട് ഒരു മാണിക്കാരനാണെന്ന് അറിയാം. അപ്പം എങ്ങനെയായിരുന്നു മാണി ഗ്രൂപ്പിലേക്കുള്ള പ്രവേശനവും രാഷ്ട്രീയത്തിന്റെ തുടക്കവും ഒക്കെ? ഞാൻ വളരെ ചെറുപ്പം മുതൽ തന്നെ മാണി സാറിനെ കേട്ട് വളർന്നതാണ്. എൻ്റെ ചാച്ചൻ, അതായത് പിതാവ്, കേരള കോൺഗ്രസ് ഉണ്ടായ കാലം മുതൽ കരികുന്നത്തെ മണ്ഡലം പ്രസിഡന്റും പഞ്ചായത്ത് മെമ്പറുമായി പ്രവർത്തിക്കുകയായിരുന്നു. അപ്പോൾ എൻ്റെ വീട്ടിലെന്നും മാണി സാറ് കേരള കോൺഗ്രസ് എന്ന ചർച്ചയാണ് എപ്പോഴും ഞാൻ കേട്ടിട്ടുള്ളത്. എനിക്കൊരു 6-7 വയസ്സുള്ളപ്പം മുതൽ ചാച്ചൻ മത്സരിക്കുമ്പം അതിൻ്റെ ആ പ്രകടനമൊക്കെ കാണാൻ ഇങ്ങനെ പോയിട്ടുണ്ട്. അപ്പോൾ തന്നെ എൻ്റെ മനസ്സിലിങ്ങനെ ഒരു മാണി സാറിനുള്ള ഒരു ആരാധന ഞാൻ കണ്ടിട്ടില്ലെങ്കിലും കേട്ടത് വഴി എനിക്ക് തോന്നിയിട്ടുണ്ട്. അങ്ങനെ കുടുംബപരമായി ഞങ്ങളെല്ലാവരും മാണി സാറിൻ്റെ പാർട്ടിയുടെ പ്രവർത്തകരാണ്. അന്ന് മുതൽ ഈ നിമിഷം വരെ എല്ലാവരും അത് എങ്ങനെയാണ്. അപ്പോൾ എങ്ങനെയായിരുന്നു രാഷ്ട്രീയത്തിലേക്കുള്ള തുടക്കവും കാര്യങ്ങളൊക്കെ? രാഷ്ട്രീയത്തിൽ ഞാൻ സ്കൂളിൽ പഠിക്കുന്ന കാലത്ത് മുതൽ തന്നെ എങ്ങനെയോ അറിഞ്ഞോ അറിയാതോ എൻ്റെ മനസ്സിലൊരു മത്സര സ്കൂൾ ലീഡറായിട്ടും ചെയർമാനായിട്ടും ഒക്കെ എങ്ങനെയോ വന്നു. എങ്ങനെയാണെന്ന് എനിക്ക് പ്രത്യേകം പറയാൻ കഴിയുന്നില്ല. അത് കഴിഞ്ഞ് ഞാൻ കോളേജിലെത്തിയപ്പം അതിനിടയ്ക്ക് പഠിക്കുന്ന സ്കൂളുകളെല്ലാം KICM എന്നൊക്കെ പറഞ്ഞാണ് മത്സരിക്കുന്നത്. യഥാർത്ഥത്തിൽ അന്ന് KICM എന്നൊക്കെ പറയുന്നത് ശരിക്കും പറഞ്ഞാൽ തുടക്കത്തിൽ എനിക്ക് എന്നതാണെന്ന് പോലും ശരിക്കും അറിയത്തില്ല. നേതാക്കന്മാരായ ആളുകളൊക്കെ വന്ന് പറയും, അതങ്ങോട്ട് സ്വീകരിക്കും. എന്നാലും മാണി സാർ കേരള കോൺഗ്രസ് എന്നൊക്കെ എനിക്ക് അതിശക്തമായിട്ട് അറിയാമായിരുന്നു. പിന്നെ അന്ന് ഞാൻ KICയെ കുറിച്ച് കേൾക്കുമ്പം അന്ന് KICയുടെ പ്രസിഡന്റ് മാത്യു സ്റ്റീഫൻ ആയിരുന്നു. അദ്ദേഹം എൻ്റെ പഞ്ചായത്തിൽ തന്നെ താമസിക്കുന്ന ആളായിരുന്നു. ചാച്ചൻ മാണി ഗ്രൂപ്പ് കേരള കോൺഗ്രസിൻ്റെ മണ്ഡലം പ്രസിഡന്റ് ആയിരുന്നത് കൊണ്ട് KIC പ്രസിഡന്റായ മാത്യു സ്റ്റീഫനുമൊക്കെയായി നിരന്തര സമ്പർക്കത്തിലാവുകയും എൻ്റെ പിതാവുമായിട്ട് ഇവരൊക്കെ നിരന്തരം അടുപ്പമൊക്കെ കാണിക്കുക, അവർ വീട്ടിൽ വരികയൊക്കെ ചെയ്യുമ്പം ഞാൻ ഇവരെയൊക്കെ വലിയ നേതാവായി കണ്ട് ഒരു ആരാധനയോടെ നോക്കിക്കാണുന്ന ഒരു സാഹചര്യമായിരുന്നു. പിന്നീട് കോളേജിലെത്തി പ്രീ ഡിഗ്രിക്ക് പാലായി പഠിക്കാൻ ചെല്ലുമ്പോൾ എൻ്റെ പ്രിയ സ്നേഹിതൻ റോഷി അഗസ്റ്റിൻ എന്ന് മന്ത്രിയായിരിക്കുന്ന റോഷി അഗസ്റ്റിനും KICയുടെ പ്രസിഡൻ്റാണ്, യൂണിറ്റ് പ്രസിഡൻ്റാണ്. അങ്ങനെ അദ്ദേഹവുമായിട്ടുള്ള അടുപ്പം, പിന്നെ KICയുടെ യൂണിറ്റ് ഭാരവാഹിയായി. അങ്ങനെ ഞാൻ അദ്ദേഹവുമായി ചേർന്ന് സംഘടനാ പ്രവർത്തന രംഗത്ത് സജീവമായി നിലനിന്നു. കേരള കോൺഗ്രസിൻ്റെ പോഷക സംഘടനയുടെ ചെറുതും വലുതുമായിട്ടുള്ള വിദ്യാർത്ഥി സംഘടനയുടെ എല്ലാ ഭാരവാഹിത്വവും ഞാൻ വഹിച്ചിട്ടുണ്ട്. സംസ്ഥാന പ്രസിഡന്റ് ഒഴികെ ഈ സംഘടനയുടെ എല്ലാ സ്ഥാനവും ഞാൻ വഹിച്ചിട്ടുണ്ട്. യൂണിറ്റ് സെക്രട്ടറി മുതൽ സംസ്ഥാന ജനറൽ സെക്രട്ടറി വരെ ആയിട്ടുണ്ട്. ജില്ലാ സെക്രട്ടറിയായി, നിയോജകമണ്ഡലം സെക്രട്ടറിയായി, നിയോജകമണ്ഡലം പ്രസിഡന്റായി, അങ്ങനെ വന്ന് ആയതാണ് ഞാൻ കേരള കോൺഗ്രസിൻ്റെ ഭാരവാഹിയായി. പിന്നീട് KSCയിൽ നിന്ന് മാറിയപ്പോൾ എനിക്ക് ടീച്ചറായ ജോലി കിട്ടിയപ്പോൾ ഞാൻ മാണി സാറിനോട് ചെന്ന്, സാറേ എനിക്കിങ്ങനെ അധ്യാപകനായിട്ട് ജോലി കിട്ടി എന്ന് പറഞ്ഞു. അദ്ദേഹം പറഞ്ഞു, എനിക്ക് ഏറ്റവും എൻ്റെ മനസ്സിനെ
മാനസാറിലേക്ക് ഏറ്റവും അധികം അടുപ്പിച്ചത് അന്ന് അദ്ദേഹത്തുമായുള്ള കൂടിക്കാഴ്ചയാണ്. അതിനുമ്പോൾ നിരവധി നൂറുകണക്കിന് തവണ കൂടിക്കണ്ടെങ്കിലും ആ കണ്ട കൂടിക്കാഴ്ച എൻ്റെ മനസ്സിൽ മരണം വരെ നിലനിൽക്കുമെന്നുള്ളതാണ് സത്യം. ഞാൻ KICയുടെ ജനറൽ സെക്രട്ടറി ആയിരുന്നു, പഞ്ചായത്ത് മെമ്പറായിരുന്നു. ഞാൻ വളരെ ചെറുപ്പത്തിൽ തന്നെ കേരള കോൺഗ്രസിൻ്റെ പേരിൽ 2 ചിഹ്നത്തിൽ കരിങ്കുന്നം ഗ്രാമപഞ്ചായത്തിൻ്റെ മെമ്പറായി. അന്ന് എനിക്ക് 22 വയസ്സേ ഉള്ളൂ. മെമ്പറായതിനു ശേഷമാണ് എനിക്ക് ജോലി കിട്ടുന്നത്. ജോലി കിട്ടിയത് ഞാൻ ചെന്ന് മാനസാറിനോട് പറയാൻ ചെന്നപ്പോൾ അദ്ദേഹം പറഞ്ഞു, കേരള കോൺഗ്രസിൻ്റെ വിദ്യാർത്ഥി സംഘടനയുടെ സംസ്ഥാന കമ്മിറ്റിയുടെ ജനറൽ സെക്രട്ടറിയാണ് ഞാനന്ന്. ഒപ്പം കരിങ്കുന്നം പഞ്ചായത്തിലെ അന്ന് പ്രതിപക്ഷത്തുള്ള ഏക മെമ്പറും ഞാനാണ്. ബാക്കി എല്ലാവരും ഭരണപക്ഷത്താണ്, ഞാൻ ഒറ്റയ്ക്കാണ്. അദ്ദേഹം പറഞ്ഞു, 2 കൊല്ലത്തേക്ക് ജിമ്മി ഇനി ഒരു രാഷ്ട്രീയ പ്രവർത്തനത്തിനും കൂടേണ്ടതില്ല. 2 കൊല്ലം കൊണ്ട് ഒരു നല്ല അധ്യാപകനായി നീ പ്രവർത്തിച്ച് പേരെടുത്ത് നല്ല അധ്യാപകനായി മാറണം. അതിനുശേഷമേ ഇനി രാഷ്ട്രീയ പ്രവർത്തനത്തിന് വരാവൂ എന്ന് അദ്ദേഹം പറഞ്ഞു. സാധാരണഗതിയിൽ അതിനു മുമ്പ് ഞാൻ കേട്ടിട്ടുള്ളതും അതിനുശേഷം പലരും കേട്ടിട്ടുള്ളത് ജോലി കിട്ടിയാൽ 2 ലീവ് എടുക്കാം, അല്ലെങ്കിൽ നീ ഇഷ്ടം പോലെ ആകാം എന്നാണ്. പക്ഷേ എൻ്റെ നേതാവ് മാണിസാർ പറഞ്ഞത്, നീ 2 കൊല്ലത്തേക്കോ ഒന്നിനും കൂടാതെ നല്ല അധ്യാപകനായി പ്രവർത്തിച്ച് ആളുകൾക്ക് ബോധ്യപ്പെടുന്നത് പോലെ ആയിത്തീരണം എന്നാണ് എന്നോട് മാണിസാറിൻ്റെ ഉപദേശം. അത് ഞാൻ പരമാവധി നന്നായി പാലിക്കാൻ പരിശ്രമിക്കുന്നുണ്ട്. എൻ്റെ വിശ്വാസവും അങ്ങനെ തന്നെയാണ്. ഏതായാലും അങ്ങനെയാണെങ്കിലും അല്ലെങ്കിലും മാണിസാറിൻ്റെ വാക്കുകൾ എൻ്റെ മനസ്സിൽ എക്കാലവും നിലനിൽക്കുമെന്നതിനെ സംബന്ധിച്ച് എനിക്കൊരു സംശയവുമില്ല. അങ്ങനെ രാഷ്ട്രീയക്കാരനായി KICയിൽ നിന്ന് മാറാൻ നേരത്ത് മാണിസാർ എന്നോട് പറഞ്ഞു, നീ കേരള കോൺഗ്രസിൻ്റെ ജില്ലാ കമ്മിറ്റിയുടെ സെക്രട്ടറി ആകണം എന്ന് പറഞ്ഞു. അയാൾ മതി, യൂത്ത് ഫണ്ടിലൊന്നും പ്രവർത്തിക്കാൻ നിൽക്കേണ്ടതില്ല, നീ പാർട്ടി ജില്ലാ സെക്രട്ടറിയായി പ്രവർത്തിക്കാൻ പറഞ്ഞു. അങ്ങനെ ഞാൻ 96 നവംബർ മാസം 4-ാം തീയതി അഡ്വക്കേറ്റ് അലക്സ് കോഴിമല ജില്ലാ പ്രസിഡന്റായ പാർട്ടി ഇടുക്കി ജില്ലാ കമ്മിറ്റിയുടെ സെക്രട്ടറിയായി മാറി പ്രവർത്തിച്ചു. അങ്ങനെ ഒരു 16 വർഷക്കാലം അങ്ങനെ പ്രവർത്തിച്ചു. ആ പ്രവർത്തിക്കുന്നതിനിടയിലാണ് ഞങ്ങളുടെ പാർട്ടി ഒന്നിക്കുന്നു. മാണിസാറിൻ്റെ പാർട്ടിയും PJ സാറിൻ്റെ പാർട്ടിയും തമ്മിൽ യോജിക്കുന്നു. പിന്നീട് വന്ന സംഘടനാ ഇലക്ഷനിൽ ഇവിടുത്തെ പാർട്ടിയുടെ ജില്ലാ പ്രസിഡന്റ് സ്ഥാനം ജോസഫ് ഗ്രൂപ്പിനായിരുന്നു. പ്രൊഫസർ MJ ജേക്കബ് ജില്ലാ പ്രസിഡന്റായി. വൈസ് പ്രസിഡന്റായി എന്നെയും പാർട്ടി വെച്ചു. വൈസ് പ്രസിഡന്റായി അദ്ദേഹത്തോട് ചേർന്ന് നിന്ന് പ്രവർത്തിക്കുമ്പോഴാണ് നിർഭാഗ്യവശാൽ നമ്മുടെ പാർട്ടി പിളരുന്നത്. മാണിസാറിൻ്റെ മരണത്തെ തുടർന്ന് നമ്മുടെ പാർട്ടി ഒരു ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായി. നമ്മുടെ പാർട്ടി പിളരേണ്ടി വന്നു. പിളർന്നപ്പോൾ പാർട്ടിയുടെ തൊടുപുഴ നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ പ്രസിഡന്റായി എന്നെ പാർട്ടി നിയമിച്ചു. അങ്ങനെ ഞാൻ ആ സ്ഥാനത്ത് ഇപ്പം തുടർന്ന് പ്രവർത്തിക്കുകയാണ്. അപ്പോൾ സാറ് കരിങ്കുന്നം പഞ്ചായത്ത് പ്രസിഡന്റ് ആയിരുന്നു, മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് ആയിരുന്നു. എങ്ങനെയായിരുന്നു ആ കാലയളവിലൊക്കെ? 95 മുതലാണ് ഞാൻ പഞ്ചായത്ത് മെമ്പറായി വന്നത്. 95 വന്ന് പഞ്ചായത്ത് മെമ്പറായി. 2009 ഞാൻ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റായി. 2011 പകുതിയോടുകൂടി ഞാൻ പഞ്ചായത്ത് പ്രസിഡന്റായി. കുറച്ച് നാളെ എനിക്ക് ഞങ്ങളുടെ ധാരണ പ്രകാരം പ്രസിഡന്റായി പ്രവർത്തിക്കാൻ കഴിഞ്ഞുള്ളൂ. ആ കാലയളവിൽ എന്തൊക്കെ കാര്യങ്ങൾ നാടിന് വേണ്ടി ചെയ്യാൻ പറ്റും? ഞാൻ വളരെ സജീവമായി പ്രവർത്തിച്ചു എന്നാണ് എൻ്റെ വിലയിരുത്തൽ. കരിങ്കുന്നത്ത് ജനങ്ങൾക്ക് കുടിവെള്ളം എത്തിക്കുന്നതിന് അന്നത്തെ നമ്മുടെ ജലസേചന വകുപ്പ് മന്ത്രിയായിരുന്ന PJ ജോസഫ് സാറുമായി ബന്ധപ്പെടുകയും അതുപോലെ അന്ന് ഉണ്ടായിരുന്നൊരു പഴയ പ്രോജക്റ്റ് പൊടി തട്ടിയെടുത്ത് സ്പീഡാക്കി വർക്ക് ചെയ്യുകയും ഒപ്പം മാണിസാറ് ബഡ്ജറ്റിലൂടെ 2 കോടി രൂപ അഡീഷണൽ അനുവദിക്കുകയും ഒക്കെ ചെയ്ത് ആ മുടങ്ങിക്കിടന്ന പ്രോജക്റ്റ് കൂട്ടിമുട്ടിച്ച് സാമാന്യേന എല്ലാ വീടുകളിലേക്കും വെള്ളം എത്തിക്കാൻ എല്ലാവരുടെയും സഹായത്തോടു കൂടി കഴിഞ്ഞു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. അന്നത്തെ കളക്ടർ ആയിരുന്ന T ഭാസ്കരൻ കളക്ടറുടെയും വലിയ സഹായം നമുക്ക് കിട്ടിയിട്ടുണ്ട്. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റായിരുന്ന MD തോമസ് അച്ചായൻ്റെയും വലിയ സഹായം നമുക്ക്
ഈ കാര്യത്തിലൊക്കെ കിട്ടിയിട്ടുണ്ട്. പിന്നീട് നമ്മുടെ കരിങ്കുന്നത്തിരിക്കുന്ന ഒരു KICBയുടെ ഓഫീസ്, VFPCKയുമായി ബന്ധപ്പെട്ട് ഉള്ള പച്ചക്കറി സ്ഥാപനങ്ങൾ, അതുപോലെ നമ്മുടെ കരിങ്കുന്നത്ത് എല്ലാ വീട്ടിലും ഉള്ള കേരകൃഷി വ്യാപനവുമായി ബന്ധപ്പെട്ട പ്രോജക്റ്റ്, എല്ലാ വീടുകളിലും നമ്മുടെ നാട്ടിലുണ്ടാകേണ്ട ഫലവൃക്ഷ തൈകൾ വിതരണം എല്ലാവർക്കും കൊടുക്കുകയാണ്. അതുപോലെ കരിങ്കുന്നം പഞ്ചായത്തിലെ മുഴുവൻ വീടുകളിലും കൊടുക്കാൻ തക്കവണ്ണം 17,500 കോഴിക്കൂടുകൾ, ഇങ്ങനെ വിവിധങ്ങളായ പദ്ധതികൾ നമ്മൾ ആവിഷ്കരിച്ചിട്ടുണ്ട്. അതുപോലെ പഞ്ചായത്തിന് തന്നെ നമ്മുടെ പഞ്ചായത്തിൽ നിന്ന് കെട്ടിടം പണിയുകയും, എന്നാൽ അവിടെ ഹോമിയോ ഡിസ്പെൻസറി ഉണ്ടായിരുന്നു. ഹോമിയോ ഡിസ്പെൻസറി നമ്മുടെ പഞ്ചായത്തിന് വെളിയിൽ രാമപുരം പഞ്ചായത്തിൻ്റെ സ്ഥലത്താണ് ഇരുന്നിരുന്നത്. അവിടുത്തെ ദൈനംദിന ആവശ്യങ്ങൾ നിറവേറ്റേണ്ടത് ഈ പഞ്ചായത്താണ്. പക്ഷേ കരിങ്കുന്നം പഞ്ചായത്തിൽപ്പെട്ട ആളുകൾക്ക്, ഒരു വാർഡിലുള്ള ആളുകൾക്ക് ഒഴികെ ആർക്കും അതുകൊണ്ട് പ്രയോജനമില്ലായിരുന്നു. അത് ഒരു പെരിഫറൽ OP ആഴ്ചയിൽ 3 ദിവസം ഞങ്ങളുടെ പഞ്ചായത്തിൻ്റെ ഒരു ഏരിയ പൊന്നന്താനം എന്ന് പറഞ്ഞ ഏരിയയാണ്. അവിടെ നാട്ടുകാരുടെ സഹായത്തോടെ ഒരു പെരിഫറൽ OP ആയി 3 ദിവസം അവിടെയും ബാക്കി 3 ദിവസം നെല്ലാപ്പാറയുമായിട്ട് തുടരാൻ ശ്രമിച്ചു. അതുപോലെ നമ്മുടെ ആയുർവേദ ആശുപത്രി അന്ന് പഞ്ചായത്ത് ഓഫീസിൻ്റെ കെട്ടിടത്തിലായിരുന്നേ. അത് വേറെ ഒരു കെട്ടിടത്തിലേക്ക് മാറ്റി സ്ഥാപിച്ച്, പഴയ ഒരു കെട്ടിടം മെയിൻറ്റെയിൻ ചെയ്ത് മാറ്റി സ്ഥാപിച്ച് വലിയൊരു ആയുർവേദ ആശുപത്രിയും അലോപ്പതി ആശുപത്രിയും എല്ലാം ഒരു കോമ്പൗണ്ടിലേക്ക് ആക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ശ്രമം നടത്തി. അത് മാറ്റി സ്ഥാപിച്ച് അങ്ങനെ എനിക്ക് ചുരുങ്ങിയ കാലമേ പ്രസിഡന്റ് ആകാൻ പറ്റുള്ളൂ. ആ കാലത്ത് ഫുൾ ടൈം നിന്ന് പ്രവർത്തിക്കാൻ കഴിഞ്ഞു എന്നാണ്, ഒരു തരത്തിലും സമയം പാഴാക്കാതെ പ്രവർത്തിച്ചു എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. ജനങ്ങൾക്ക് അതിൽ ബോധ്യവുമുണ്ട് എന്നാണ് എൻ്റെ ഒരു തോന്നൽ. ഇപ്പം അധ്യാപകനാണെന്ന് പറഞ്ഞു, ഒരേ സമയം രാഷ്ട്രീയ പ്രവർത്തകനും അധ്യാപകനുമാണ്. രണ്ട് തലത്തിലുള്ള ജോലികളാണെന്ന് പറയാമല്ലോ. രണ്ടും കൂടെ ഒരുമിച്ച് എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകുന്നത്? പഞ്ചായത്ത് പ്രസിഡന്റ് ആയിരുന്ന കാലത്ത് ഞാൻ ലീവ് എടുത്തിരുന്നു. ഒരു ഫുൾ ടൈം പഞ്ചായത്ത് പ്രസിഡന്റ്, അതൊരു എക്സിക്യൂട്ടീവ് പദവിയാണ്. അപ്പോൾ അവിടെ ഫുൾ ടൈം ഇരിക്കണം. മാത്രമല്ല അത് ഓണറേറിയുമല്ല, ശമ്പളം പോലെയാണ് അതിൻ്റെ. അന്ന് 3,750 രൂപയാണ് നമുക്ക് അതിൻ്റെ ഈ ഓണറേറിയവും ശമ്പളവുമായി കിട്ടുന്നത്. ഞാൻ പഞ്ചായത്തിൽ മെമ്പറായത് ഒരു ആഗ്രഹത്തിൻ്റെ, പ്രസിഡന്റ് ആയത് ഒരു ആഗ്രഹത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്. ശമ്പളമുള്ള സർക്കാർ ജോലി, അതായത് സ്കൂൾ ജോലി വേണ്ടെന്ന് വെച്ച് വിത്തൗട്ട് അലവൻസിലാണ് ഞാൻ പഞ്ചായത്ത് പ്രസിഡന്റ് ആകുന്നത്. അതൊരു സ്ഥാനമാണ്. പൊതുരംഗത്ത് നിൽക്കുന്നവർക്ക് ഒരു സ്ഥാനം ആഗ്രഹിക്കുന്നത് തെറ്റല്ല. എനിക്കും ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു പഞ്ചായത്ത് പ്രസിഡന്റ് ആകണം എന്നുള്ളത് കൊണ്ട് ഞാനത് പഞ്ചായത്ത് പ്രസിഡന്റായി. പക്ഷേ എൻ്റെ പൊതുരംഗത്ത് നിൽക്കുന്നതിന് സ്കൂൾ പ്രവർത്തനം ഇതുവരെ ഒരു തടസ്സമായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. അതിൽ സ്കൂൾ ടൈം ഒഴികെയുള്ള ബാക്കി സമയം നമുക്ക് ജോലി ചെയ്യാൻ ആവശ്യം സമയമുണ്ട്. രാവിലെ 9:30 വരെ 9 മണി വരെ എന്തായാലും നമുക്ക് പൊതുപ്രവർത്തന സമയമുണ്ട്. വൈകിട്ട് 4:30 മുതൽ നമുക്ക് രാത്രി 10-12 മണി വരെയൊക്കെ ഫുൾ ടൈം നടക്കാനുള്ള സാഹചര്യമുണ്ട്. അത് വേണ്ട വിധം വിനിയോഗിച്ചാൽ രണ്ടും വൃത്തിയായി കൊണ്ടുനടക്കാൻ കഴിയുമെന്നാണ് എൻ്റെ ഉത്തമമായ വിശ്വാസവും. ഞാൻ ആ കാര്യത്തിൽ വിജയിക്കുകയും ചെയ്തിട്ടുണ്ട് എന്നാണ് എൻ്റെ ഒരു കരുതൽ. ഏതായിരുന്നു വിഷയം? ഞാൻ ഹിന്ദിയാണ് പഠിപ്പിക്കുക. അപ്പം ഒരു രക്ഷിതാവിനോട് ഏത് കൊച്ചിനെ ഇഷ്ടമെന്ന് ചോദിക്കുന്നത് പോലെയാണ്, എന്നാലും ചോദിക്കുകയാണ്. ഒരു നല്ല രാഷ്ട്രീയക്കാരനാവുക അല്ലെങ്കിൽ ഒരു നല്ല അധ്യാപകനാവുക, അതിലേതാണ് അങ്ങനെ കേൾക്കാൻ ഏതാണ് ഏറ്റവും ഇഷ്ടം? ഞാൻ കൂടുതലും രാഷ്ട്രീയക്കാരനായിട്ട് അറിയപ്പെടുന്നതാണ് ഇഷ്ടപ്പെടുന്നത്. ചെറുപ്പം മുതലേ എൻ്റെ മനസ്സിൽ എന്തോ അങ്ങനെ ഒരു ധാരണ ഉണ്ട്. രാഷ്ട്രീയം എന്നുള്ളത് എനിക്കൊരു എൻ്റെ ജീവിതത്തിൻ്റെ ഒരു ഭാഗമായി തന്നെ ഞാൻ കരുതുകയാണ്. രാഷ്ട്രീയക്കാരനായിട്ട് അറിയാനാണ് എനിക്കിഷ്ടം. എന്നെ സാധാരണ ടീച്ചേഴ്സിനെ വിളിക്കുന്ന സാറെന്നല്ലേ. എൻ്റെ നാട്ടിലും എൻ്റെ പഞ്ചായത്തിലുള്ളവരൊക്കെ ഇപ്പോഴും ചേട്ടനാണ് വിളിക്കുന്നത്. സ്കൂളിൽ കോമ്പൗണ്ടിൽ മാത്രമേ സാറെന്ന് ആളുകൾ പറയാറുള്ളൂ. പിന്നെ കുട്ടികൾ പഠിപ്പിച്ചിറങ്ങിയ, ഇപ്പം ഞാനൊരു 25 വർഷമായിട്ട് തുടങ്ങാട് സെൻറ് തോമസ് ഹൈസ്കൂളിലാണ് പഠിപ്പിക്കുക. 2-3-4 സ്കൂളുകളിൽ അതിന് മുമ്പ് പോയിട്ടുണ്ട്. 2000 ജൂൺ 1-ാം തീയതി മുതൽ ഞാൻ തുടങ്ങാട് സ്കൂളിലാണ്. അപ്പം ഞാൻ പഠിപ്പിച്ച കുട്ടികളും ഇപ്പോൾ പഠിക്കുന്നുണ്ട്. അവരൊക്കെ സ്വാഭാവികമായിട്ടും സാറിന് വിളിക്കുന്നുണ്ട്. മറ്റുള്ളവരെല്ലാം ജിമ്മിച്ചേട്ടാ എന്നൊക്കെ വിളിക്കുന്നതാണ് ഇപ്പോഴും എനിക്ക് അനുഭവപ്പെടുന്നത്. ഏതായാലും രാഷ്ട്രീയക്കാരനായി അറിയുന്നതാണ്
എനിക്ക് താല്പര്യം. ആ. അപ്പോൾ കുറച്ച് നേരത്തെ മന്ത്രി റോഷി സാറിനെ പറ്റി പറഞ്ഞു. ആ. കൂട്ടുകാരനാണ്, കൂടെ പഠിച്ച ആളാണ്, സംഘടനാ പ്രവർത്തനമൊക്കെ ഒരുമിച്ചായിരുന്നു. അപ്പോൾ അദ്ദേഹം മന്ത്രിയാണ്. അപ്പോൾ ഒരു മന്ത്രി എന്നുള്ള നിലയ്ക്ക് അദ്ദേഹത്തിനെ എങ്ങനെ വിലയിരുത്തുന്നത്? മന്ത്രി എന്ന നിലയിൽ എനിക്ക് അദ്ദേഹത്തെക്കുറിച്ച് നല്ലതേ പറയാനുള്ളൂ. ഉം. കാരണം 100% ആത്മാർത്ഥമായി ഉം. സാധാരണക്കാർക്ക് വേണ്ടിയും ഉം. കർഷകർക്ക് വേണ്ടിയും കേരളത്തിലെ പൊതുസമൂഹത്തിന് വേണ്ടിയും നിലപാടെടുക്കുന്നതിനും അതിനൊപ്പം നിൽക്കുന്നതിനും അത് നടപ്പിലാക്കുന്നതിനും അദ്ദേഹത്തിൻ്റെ വൈദഗ്ധ്യം ഉം. നമ്മൾ കണ്ടുപിടിക്കേണ്ടതാണ്. ആളുകളെ ഡീൽ ചെയ്യുന്ന കാര്യം, ആളുകൾ തൻ്റെ വോട്ടർമാർക്കോട് അദ്ദേഹം അവർക്ക് ക്ഷേമം ഉറപ്പാക്കാൻ അദ്ദേഹം ചെയ്യുന്ന പ്രവർത്തനങ്ങൾ തികച്ചും അനുകരണീയമാണ്, മാതൃകാപരമാണ്. ഞാൻ അദ്ദേഹം മന്ത്രിയാകുന്നതിന് മുമ്പ് വരെ കണ്ടിട്ടുള്ള എല്ലാ മന്ത്രിമാരെയും അപേക്ഷിച്ച് നോക്കുകയാണെങ്കിൽ അദ്ദേഹം 100% ജനകീയനായിട്ടുള്ള മന്ത്രിയാണ്. ഇപ്പോഴും ആളുകൾക്ക് എന്ത് കാര്യവും ഏത് കാര്യവും നടക്കുന്നതും നടക്കാത്തതുമായ കാര്യങ്ങൾ എവിടെ വെച്ചും എപ്പോഴും വേണമെങ്കിലും സംസാരിക്കാനും പറയാനും കഴിയുന്ന കേരളത്തിലെ എൻ്റെ വിശ്വാസം അങ്ങനെയുള്ള ഒരു മന്ത്രിയെ കാണുള്ളൂ, അത് റോഷി അഗസ്റ്റിനായിരിക്കും എന്നാണ്. അത്രയും നല്ല ഇടപെടലാണ് അദ്ദേഹവും നടത്തിക്കൊണ്ടിരിക്കുന്നത്. ആ കൂട്ടുകാരൻ എന്ന നിലയിൽ ഞാൻ കൂട്ടുകാരനാണെന്ന് ഓർത്തുകൊണ്ട് എനിക്ക് അമിതമായ സ്വാതന്ത്ര്യമില്ല. പക്ഷേ അദ്ദേഹം ചെയ്യേണ്ട എല്ലാ കാര്യവും അദ്ദേഹം ചെയ്യും. ഇപ്പം തൊടുപുഴയിലേക്ക് വന്നു കഴിഞ്ഞാൽ ഒരു കാലത്ത് സംസ്ഥാനത്തിന്റെ ഒരു വികസനത്തിന്റെ മാതൃകയായിട്ട് അറിയപ്പെടുന്ന സ്ഥലമായിരുന്നു തൊടുപുഴ, അല്ലേ? ഒരു സമയത്ത്. അപ്പൊ അതില് കേരള കോൺഗ്രസിന് വലിയ പങ്കുണ്ടല്ലോ. അതില് PJ ജോസഫ് സാറിന്റെ പങ്ക് എത്രത്തോളം ആയിരിക്കും? തൊടുപുഴ കേരള കോൺഗ്രസിന്റെ ഒരു ഏരിയയാണ്. കാരണം ഇത് 970 കേരള കോൺഗ്രസിന്റെ MLA ആയിട്ടാണ്, ഐക്യ കേരള കോൺഗ്രസിന്റെ MLA ആണ് ജോസഫ് സാറ് ഇവിടെ ജയിച്ചിട്ടുള്ളത്. അതിനുശേഷം ഇവിടെ നടന്നിട്ടുള്ള എല്ലാ കാര്യങ്ങളിലും കേരള കോൺഗ്രസിൻ്റെതായിട്ടുള്ള ഒരു പങ്കാളിത്തം ഉണ്ട്. എന്നാൽ MLA എന്ന നിലയിൽ PJ ജോസഫ് സാറിൻ്റെ നേതൃത്വപരമായിട്ടുള്ള പങ്ക് നമുക്ക് വിസ്മരിക്കാൻ കഴിയുകയുമില്ല. അതാണ് സത്യം. അപ്പം വളരെ കുറച്ച് 1-2 തവണ മാത്രമേ കേരള കോൺഗ്രസ് അല്ലാതെ ഇവിടെ മറ്റുള്ള ആൾക്കാർ വിജയിച്ചിട്ടുള്ളൂ. ആ സമയത്ത് എന്തെങ്കിലും അവർ വിപ്ലവകരമായ മാറ്റം എന്തെങ്കിലും കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു? ആ സമയത്താണ് 91 വരെ, അത് ഞാൻ പറയുന്നതിൽ മറ്റൊന്നും ധരിക്കണ്ട, 91 വരെ ഇവിടെ വലിയ മാറ്റമൊന്നും തൊടുപുഴയ്ക്കുണ്ടായിരുന്നില്ല എന്നാണ് ഞാൻ എൻ്റെ അറിവനുസരിച്ചും അനുഭവം വെച്ചും പണ്ടുള്ള കാരണവന്മാരും മുതിർന്നവരും ഒക്കെ പറഞ്ഞതനുസരിച്ച് 70 മുതൽ 91 വരെ ഉള്ള കാലഘട്ടത്തിൽ ഇവിടെ വലിയൊരു വികസനം, എടുത്തു പറയത്തക്ക വികസനം നഗരത്തിനോ ഈ പ്രദേശത്തിനോ ഇല്ലായിരുന്നു. നഗരം എന്ന് പറയുന്നത്, തൊടുപുഴ ടൗൺ എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ പറഞ്ഞാൽ പഴയ ബസ് സ്റ്റാൻഡ്, പ്രൈവറ്റ് സ്റ്റാൻഡ്, അവിടെ മുതൽ പാലാ റൂട്ടിൽ ധന്വന്തിരി വൈദ്യശാല വരെ ഉള്ള ഒരു 50 മീറ്റർ അല്ലെ 100 മീറ്റർ. മൂലമറ്റം റൂട്ടിൽ പോയാൽ ഇപ്പോൾ ജോസ്കോ ജ്വല്ലറി ഇരിക്കുന്ന അവിടെ ഒരു TC ലോഡ്ജായിരുന്നു, അവിടം വരെയൊക്കെ കെട്ടിടങ്ങൾ വരെ ഉണ്ടായിരുന്നുള്ളൂ. അതുപോലെ മൂവാറ്റൂർ റൂട്ടിൽ പോയാൽ, മൂവാറ്റൂർ റൂട്ട് പാലമാണ് ആദ്യം, പാലം കഴിഞ്ഞ് പോന്നാൽ ഈ നമ്മുടെ കുറച്ചിങ്ങ് പോകുന്നു, പാലം കഴിഞ്ഞു പോന്നാൽ ജ്യോതി സൂപ്പർ ബസാറുണ്ട്, അത് CMI ഫാദേഴ്സിൻ്റെ ഒരു കെട്ടിടമാണ്, അവിടെ ഒരു കോംപ്ലക്സ് ആണ്. അത് കഴിഞ്ഞ് കുറച്ചിങ്ങ് പോകുന്ന ഗവൺമെൻറ് ഗേൾസ് ഹൈസ്കൂളുണ്ട്, അതിന് കഴിഞ്ഞിട്ട് TB ഉണ്ട്, സർക്കാരിൻ്റെ ഗസ്റ്റ് ഹൗസ് ഉണ്ട്. അത് കഴിഞ്ഞ് നമ്മുടെ ശ്രീകൃഷ്ണ തിയേറ്ററുണ്ട്. അതിനപ്പുറത്തേക്ക് ഒട്ടും ടൗണില്ലായിരുന്നു. അതുപോലെ കരിമണ്ണൂർ, ഉടുമ്പന്നൂർ പോലെയുള്ള കിഴക്കൻ മേഖലയ്ക്കുള്ള റൂട്ട് എന്ന് പറയുന്നത് അവിടെ കിടന്ന പരമാവധി ലില്ലി ലോഡ്ജ് വരെയുള്ള, ലില്ലി ലോഡ്ജിൻ്റെ അവിടം വരെ ഉള്ള ഒരു സ്ഥലം മാത്രമേ ടൗൺ ഉണ്ടായിരുന്നുള്ളൂ. പിന്നീട് 1988 തൊടുപുഴ നഗരസഭയായി മാറി. നഗരസഭയായി മാറിയപ്പോൾ അന്നത്തെ നഗരസഭാ ചെയർമാൻ അഡ്വക്കേറ്റ് N. ചന്ദ്രൻ, അത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ കൗൺസിലായിരുന്നു. ആ കൗൺസിലിൽ ആണ് യഥാർത്ഥത്തിൽ തൊടുപുഴ ഒരു വികസനത്തിൻ്റെ ഒരു രൂപരേഖ തയ്യാറാക്കി സമർപ്പിക്കുകയും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ചെയ്യുകയും
ഈ ബസ് സ്റ്റാൻഡ് ഇവിടുന്ന് മാറ്റി പാലാ റൂട്ടിലേക്ക് മാറ്റണം എന്ന് തീരുമാനിക്കുകയും നിർദ്ദേശിക്കുകയും ചെയ്തു. അവിടെ സ്ഥലമെടുപ്പും മറ്റു കാര്യങ്ങളൊക്കെ ചെയ്ത് അന്ന് ആ കൗൺസിലാണ് യഥാർത്ഥത്തിൽ തൊടുപുഴയുടെ വികസനത്തിൻ്റെ ആണിക്കല്ലായി പ്രവർത്തിച്ചിട്ടുള്ളതെന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. പിന്നെ അതിന് സഹായകരമായ നിലപാട് ഒരു ഹൈറാർക്കിയാണല്ലോ ഭരണം എന്ന് പറയുന്നത്. MP, MLA, മറ്റ് സമീപ പഞ്ചായത്തിലെ ഭരണസമിതികൾ, മുനിസിപ്പാലിറ്റി എല്ലാം ഇതൊരു ഹൈറാർക്കിയാണ്. അങ്ങനെ കിട്ടിയിട്ടുള്ള ഒരു വികസനമാണ് നടന്നിട്ടുള്ളത്. ഇപ്പോൾ തൊടുപുഴയിൽ ഒരു വികസന സ്തംഭനാവസ്ഥ നിലനിൽക്കുന്നത് താങ്കൾ പല സ്ഥലത്തായിട്ട് പറഞ്ഞതായിട്ട് കേട്ടിട്ടുണ്ട്. ഇപ്പോൾ മറുഭാഗം അതിനെ ഖണ്ഡിക്കുകയും ചെയ്യാറുണ്ട്, പല കാര്യങ്ങൾ പറഞ്ഞിട്ടും. ശരിക്കും അതിലെ സത്യാവസ്ഥ എന്താണ്? അത് പറഞ്ഞാൽ 5 മിനിറ്റ് സമയം എടുക്കേണ്ടി വരും. ഞാൻ മുമ്പേ പറഞ്ഞല്ലോ, 91 വരെ തൊടുപുഴയിൽ വികസനം എന്ന് പറയുന്നത് ഇല്ലായിരുന്നു. അന്നത്തെ ജനപ്രതിനിധിയെയും ജനങ്ങൾക്ക് പ്രാപ്യമല്ലായിരുന്നു. അതാണ് സത്യം. ജനങ്ങളുടെ ഒരു ആവശ്യം പറയാനോ കാണാനോ സംസാരിക്കാനോ ഒരു അഡ്മിഷൻ കാര്യം സംസാരിക്കാൻ പോലും ജനപ്രതിനിധിയായ MLA അന്ന് കിട്ടാറില്ലായിരുന്നു എന്നാണ് ആളുകൾ പറയുന്നത്. പക്ഷേ അതിന് മാറ്റം വന്നു. 91-ൽ കോൺഗ്രസിൻ്റെ, ഇപ്പം നമ്മുടെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിലാണ് നമ്മുടെ പാർട്ടി നിൽക്കുന്നത്, കോൺഗ്രസിൻ്റെ MLA PT തോമസ് ഇവിടെ MLA ആയി വന്നു. അപ്പോഴാണ് ആളുകൾക്ക്, ഞാൻ മുമ്പേ പറഞ്ഞു, റോഷിയെക്കുറിച്ച് പറഞ്ഞല്ലോ, റോഷി മന്ത്രിയെക്കുറിച്ച് പറഞ്ഞു. അദ്ദേഹത്തെ പോലെ തന്നെ ഈ MLA ആയ PT തോമസ് ഈ നാട്ടിലെ ആളുകൾക്കെല്ലാം പ്രാപ്യനായും ഏത് കാര്യത്തിനും സമീപിക്കാൻ കഴിയുന്ന ഒരാളായും പെട്ടെന്നങ്ങ് മാറി. അപ്പം കുറേയേറെ വികസന പ്രവർത്തനങ്ങൾ, ചെറുതും വലുതുമായിട്ടുള്ള ഗ്രാമീണ റോഡുകളുടെ വികസനം, അതുപോലെ ഈ നഗരത്തിലെ പാലം, ഈ നഗരത്തിൽ ഒരു പാലമേ നേരത്തെ ഉണ്ടായിരുന്നുള്ളൂ. രണ്ടാമതൊരു പാലം തൊടുപുഴ പണിതപ്പോഴാണ് തൊടുപുഴയുടെ വികസനം യഥാർത്ഥത്തിൽ ആരംഭിച്ചത്. മൂപ്പിൽക്കടവ് പാലം, ഒരു പാലം ഉണ്ടായി PT തോമസിൻ്റെ കാലഘട്ടത്തിലാണ്. അത് നിർഭാഗ്യം വെച്ചാൽ ഇതുവരെയും ഔദ്യോഗികമായി ഉദ്ഘാടനം ചെയ്തിട്ടില്ല. അത് വേറെ ചില കാര്യങ്ങൾ കൊണ്ടാണ്. എന്നാലും ആ പാലം പണിയുകയും ആ 5 വർഷക്കാലം ഇവിടെ യഥാർത്ഥ ജനങ്ങൾക്ക് ഒരു ജനപ്രതിനിധിയുടെ ഗുണം കിട്ടി. അത് എന്ത് കാര്യത്തിനും സമീപിക്കാൻ കഴിയുന്ന ഒരാളായി തൊടുപുഴ ടൗണിൽ താമസിക്കുന്നു. ആളുകൾക്ക് എപ്പോഴും രാത്രിയെന്നോ പകലെന്നോ വ്യത്യാസമില്ലാതെ, ആരുടെയും ശുപാർശയില്ലാതെ കാണാൻ കഴിയുന്ന ഒരു സാഹചര്യം അന്നത്തെ MLA ക്രിയേറ്റ് ചെയ്തു. അത് ഇവിടെ പൊതുവായ വികസനത്തിന് മാറ്റം ഉണ്ടാക്കുക. വെള്ളനീക്കിപ്പാറ എന്ന് പറയുന്ന എൻ്റെ പഞ്ചായത്തിലെ സ്ഥലമാണ്. എൻ്റെ പഞ്ചായത്തിൻ്റെയും പുറപ്പുഴ പഞ്ചായത്തിൻ്റെയും അതിർത്തിയാണ്. അവിടെ വെള്ളം എത്തുക എന്നുള്ളത് വലിയ ആവശ്യമായിരുന്നു. ഈ തൊടുപുഴ ആറ് 365 ദിവസവും നിറഞ്ഞ് വെള്ളം ഒഴുകുന്ന ആറാണ്. പുഴ എന്ന് പറഞ്ഞാൽ മൂലമറ്റം പാറകോസിൽ നിന്ന് പുറത്തേക്ക് വരുന്ന വെള്ളം ഒരു ദിവസം പോലും മുടങ്ങാതെ കുറഞ്ഞത് ഒരു 2-3 ആൾ വെള്ളം എപ്പോഴും ഈ പുഴയിലുണ്ട്. ഈ പുഴയിൽ ഇത്രയും സമർത്ഥമായ ജലം നിൽക്കുമ്പോഴും ഇവിടുന്ന് വെറും 12-11 കിലോമീറ്റർ അകലെയുള്ള പ്രദേശത്ത് വെള്ളം കൊടുക്കാൻ പറ്റുകയില്ല. അന്നത്തെ കാലത്ത് ആളുകൾ പറയുന്നത് കേട്ട് ദൈവം തമ്പുരാൻ വിചാരിച്ചാലും വെള്ളം എത്തുകയില്ലാത്ത സ്ഥലമാണെന്ന് പണ്ടുണ്ടായിരുന്ന ജനപ്രതിനിധികൾ പറഞ്ഞിട്ടുണ്ടെന്നാണ് പറയുന്നത്. എന്തായാലും ആളുകൾ കിലോമീറ്ററുകൾ കുടവുമെടുത്ത് വെള്ളം കൊണ്ടുപോകാൻ എടുക്കാൻ വേണ്ടി പോകുന്ന സാഹചര്യമായിരുന്നു. PT തോമസ് MLA ആയപ്പോൾ അവിടെ വെള്ളം എത്തിച്ചു കൊടുത്തു. വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്, വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഈ നാട്ടിൽ ജനങ്ങൾക്കൊരു ജനപ്രതിനിധിയുടെ സഹായം ഉണ്ടെങ്കിൽ എന്തെങ്കിലും കാര്യം നടക്കും എന്ന് ജനങ്ങൾക്ക് തോന്നലുണ്ടായത് ആ കാലഘട്ടത്തിലാണ്. വെള്ളം വലിയൊരു കാര്യമാണ്, വലിയ കാര്യമല്ലേ വെള്ളം. അത് അന്ന് കുറേ വെള്ളത്തിൻ്റെയും വഴിയുടെയും ഗ്രാമീണ റോഡുകളെല്ലാം അന്ന് എനിക്ക് തോന്നുന്നു അന്നായിരിക്കും ചിലപ്പോൾ MLA ഫണ്ട് എന്ന് പറഞ്ഞൊരു ഫണ്ട്, K കരുണാകരൻ മുഖ്യമന്ത്രി ആയിരുന്ന ആ കാലഘട്ടത്തിലാണ് MLA ഫണ്ട് രൂപപ്പെട്ടതെന്നാണ് എൻ്റെ ഒരു അറിവ്. അങ്ങനെ കുറേയേറെ റോഡുകൾ MLA ഫണ്ട് കൊടുത്തു. അതുപോലെ തന്നെ അന്ന് റവന്യൂ മന്ത്രിയായിരുന്ന മാണിസാറിൻ്റെ സഹായം ഈ നാട്ടിലെ ചെറിയ ഗ്രാമീണ റോഡുകളുടെ വികസനത്തിന് പ്രയോജനം കിട്ടിയിട്ടുണ്ട്. അന്ന് വെള്ളപ്പൊക്ക ദുരിതാശ്വാസ ഫണ്ട്, വരൾച്ച ദുരിതാശ്വാസ ഫണ്ട്, ഇതെല്ലാം വിനിയോഗിക്കാൻ അദ്ദേഹത്തിൻ്റെ റവന്യൂ മന്ത്രിയായിരുന്ന മാണിസാറിന് ഇന്ത്യയിലായിരുന്നു വകുപ്പ്. അദ്ദേഹം ഈ നാട്ടിലെ ഞങ്ങൾ കേരള കോൺഗ്രസ് എമ്മിൻ്റെ പ്രവർത്തകർ അന്ന് ആയിരുന്ന നേതാക്കന്മാരുടെ ആവശ്യപ്രകാരം ഓരോ പഞ്ചായത്തിലെയും മണ്ഡലം പ്രസിഡന്റുമാർ തരുന്ന ശുപാർശ പ്രകാരം നിയോജക മണ്ഡലം തലത്തിൽ നേതാക്കന്മാർ ആലോചിച്ച് എല്ലാ പഞ്ചായത്തിലും
സാമാന്യേന ഉള്ള റോഡുകളെല്ലാം നന്നാക്കാനായിട്ട് നമുക്ക് കഴിഞ്ഞിട്ടുണ്ട്. അതിന് പി ടി തോമസിൻ്റെയും സഹായം കിട്ടിയിട്ടുണ്ട്. ഈ നാട്ടിൽ കേരള അക്കൗണ്ട് സെമ്മിൻ്റെ തന്നെ വലിയ സഹായമാണ് അന്നത്തെ വരൾച്ച, വെള്ളപ്പൊക്ക ദുരിതാശ്വാസ ഫണ്ട് ഉപയോഗിച്ചുള്ള റോഡ് നിർമ്മാണം. അത് വളരെ നന്നായിട്ട് നടത്താൻ കഴിഞ്ഞിട്ടുണ്ട്. അതൊക്കെ ഒരു വികസനത്തിൻ്റെ കാര്യമാണ്. പിന്നീട് ഒത്തിരിയേറെ വികസനത്തിന് അന്നത്തെ MLA പരിശ്രമിച്ചിട്ടുണ്ട്. നമ്മുടെ എന്താ പറയുക, നമ്മുടെ KICBയുടെ ഓഫീസ്, നമ്മുടെ താലൂക്ക് ഹോസ്പിറ്റലിൻ്റെ പുരോഗതിക്കുള്ള ആരംഭ പ്രവർത്തനങ്ങൾ, ഇങ്ങനെ നിരവധിയായ പ്രവർത്തനങ്ങൾ. അതുപോലെ നമ്മുടെ ഒരു റവന്യൂ ടവർ, ഈ നിയോജകമണ്ഡലത്തിലെ ഒത്തിരി സർക്കാർ സ്ഥാപനങ്ങൾ പുറത്ത് വാടകയ്ക്ക് പ്രവർത്തിക്കുകയാണ്. അപ്പം അതെല്ലാം സർക്കാരിൻ്റെ ഒരു കെട്ടിടത്തിൽ വാടകയില്ലാത്തവണ്ണം പ്രവർത്തിക്കുന്ന ഒരു വലിയ കെട്ടിടം, റവന്യൂ ടവർ. അന്നത്തെ കാലത്ത് 11 കോടി രൂപ മുടക്കുന്ന വലിയ കെട്ടിടം. അന്നത്തെ 11 കോടി രൂപ എന്ന് പറഞ്ഞാൽ 110 കോടി രൂപയാണ്. അത്രയും വലിയ കെട്ടിടം പണിയാനും അതിൻ്റെ അടിനില മുഴുവൻ നമ്മുടെ ബിസിനസ് സ്ഥാപനങ്ങൾ, മേളിൽ ഓഡിറ്റോറിയം, അതിനു മുകളിൽ സർക്കാർ ഓഫീസുകൾ, ലിഫ്റ്റ് സൗകര്യങ്ങളെല്ലാം ചേർന്ന് വലിയ നിലയിലുള്ള സ്ഥാപനം പണിയാൻ അന്ന് ഗവൺമെൻറ് പൈസ അനുവദിച്ചു. നമ്മുടെ പഴയ ബസ് സ്റ്റാൻഡിൽ ഇരിക്കുന്ന സ്ഥലമാണത്. നിങ്ങൾക്കറിയാമോ എന്നെനിക്കറിയത്തില്ല. പഴയ ബസ് സ്റ്റാൻഡിൽ ഇരിക്കുന്ന സ്ഥലം, അതിന് തൊട്ടുപുറകിലുള്ള ഫോറസ്റ്റിൻ്റെ 1.5 ഏക്കർ സ്ഥലം, അങ്ങനെ വിശാലമായിട്ടുള്ള സ്ഥലം നമ്മുടെ പുഴയോട് ചേർന്ന്, പുഴയാണ് അതിർത്തി. അവിടെ നല്ല സൂപ്പറായിട്ടുള്ള ഒരു കെട്ടിടം പണിയാനായിട്ട് മാണി സാറ് പൈസ അനുവദിച്ചു. റവന്യൂ ടവർ പൈസ അനുവദിച്ചു, വന്നു ശിലാസ്ഥാപനം നടത്തി. അവിടെ ഏകദേശം അന്നത്തെ കാലത്ത് 87 ലക്ഷം രൂപയോളം പൈലടിക്കാനും സൈറ്റ് ക്ലിയറിങ്ങിനുമായി പണം മുടക്കുകയും ചെയ്തു. അതങ്ങനെ നീണ്ടു പോയി. അങ്ങനെ ആ സമയത്ത് ഗവൺമെൻറ് മാറി. പിന്നീട് മന്ത്രിയായത് ഇവിടുത്തെ MLA ആയിരുന്ന PJ ജോസഫ് സാറാണ്. അദ്ദേഹം ആ പ്രോജക്റ്റ് കട്ട് ചെയ്തു. 87 ലക്ഷം രൂപ പൈലടിക്കാൻ മണ്ണിൽ കുഴിച്ചിട്ടിരിക്കുന്ന ആ സംഭവം ഇപ്പോഴും അതേപടി കിടക്കുകയാണ്. ഇപ്പോഴും, അതായത് 91 മുതൽ 92 മുതൽ ഇപ്പോൾ 28 വർഷം, 30 വർഷം, 30 34 വർഷത്തോളം ആയി ആ പൈസ നഷ്ടപ്പെട്ട് കിടക്കണം, മണ്ണിൽ കുഴിച്ചിട്ടിരിക്കുകയാണ്. ആ പദ്ധതി ഇല്ലാതാക്കാൻ അദ്ദേഹം പറഞ്ഞ കാരണം എന്തായിരുന്നു? കാരണം ഇവിടെ റവന്യൂ ടവർ അല്ല ആവശ്യം, അവിടെ ഇൻഡോർ സ്റ്റേഡിയമാണ് വേണ്ടത് എന്നാണ് പറഞ്ഞത്. ഇപ്പോഴും നിങ്ങൾക്ക് പോയി നോക്കാം, ഫ്ലാറ്റായിട്ട് തറ പോലെ മണ്ണായിട്ട് കിടക്കുകയാണ്, ഒന്നും ചെയ്തിട്ടില്ല. വാശിയാണ്. ഇവിടെ KM മാണി സാറിൻ്റെ പേരുള്ള ഒരു കെട്ടിടം ഈ ടൗണിൽ പാടില്ല എന്ന് PJ ജോസഫ് സാറിൻ്റെ ഒരു നിർബന്ധം. ഞാനല്ലാതെ മറ്റൊരു ദൈവം പാടില്ല എന്ന് പറയുന്ന പോലെ, ഞാനല്ലാതെ ഒരു MLA ഇവിടെ വന്നാൽ അദ്ദേഹത്തിന് ഒന്നും ചെയ്യാൻ സമ്മതിക്കില്ല എന്ന പൊതു നിലപാടായിരുന്നു അന്ന് MLAക്കും ആ കൂടെയുള്ള ആളുകൾക്കും ഉണ്ടായിരുന്നത്. അതുകൊണ്ടാണ് കിടക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഇവിടെ പാലം ഉദ്ഘാടനം പോലും ചെയ്യാൻ പറ്റാതിരുന്നത്. പാലം വാർക്കുന്നു, പാലം അതിൻ്റെ പ്രവർത്തനം ആരംഭിക്കുന്നു, പാലം നഷ്ടമാണ്, പാലം പൊളിയാണ്, പാലം മറിഞ്ഞു, പാലം ചെരിഞ്ഞു എന്ന് പറഞ്ഞ് നിരന്തരം ബഹളമുണ്ടാക്കുന്നൊരു സമീപനമായിരുന്നു അവർക്ക്. അവർ എന്തോ വ്യക്തിവിരോധമായിരിക്കും, അല്ലാതെ നമുക്കറിയത്തില്ല എന്താണ്. ഏതായാലും അങ്ങനെയുള്ള ഒരു വികസന പ്രവർത്തനം നടത്താൻ അദ്ദേഹം വന്ന് സമ്മതിച്ചിട്ടില്ലെന്നുള്ളത് സത്യമാണ്. ആർക്കും പോയി നോക്കാം, നിങ്ങൾക്കും നമുക്ക് പോയി നോക്കാം, ഒരു ബുദ്ധിമുട്ടുമില്ല. അവിടെ ആ തൊഴിലെ പാലത്തോട് ചേർന്ന് ഇന്നിപ്പോൾ അവിടെ ഒരു വലിയ മേള, ഫർണിച്ചറുകളുടെ ഒരു മേള നടക്കുകയാണ്. അതിൻ്റെ പുറകോയ്ക്ക് ഒരു 1.5 ഏക്കർ സ്ഥലം ഏറ്റെടുത്ത് വെച്ചിട്ടുണ്ട്. ഒന്നും ചെയ്യാതെ കിടക്കുകയാണ്. തൊടുപുഴയുടെ വികസന കാര്യത്തിൽ അങ്ങയുടെ കാഴ്ചപ്പാടുണ്ടാണ്? തൊടുപുഴയുടെ വികസന കാഴ്ചപ്പാടെന്ന് പറഞ്ഞാൽ, തൊടുപുഴ ഇടുക്കി ജില്ലയുടെ ഒരു കവാടമാണ്. ജില്ലാ ഹെഡ്ക്വാർട്ടേഴ്സായിട്ട് മാറേണ്ട സ്ഥലമായിരുന്നു തൊടുപുഴ. പാലാ രൂപതയായിട്ട് താങ്കൾക്കൊരു ബന്ധമുണ്ട്. താങ്കളുടെ ജ്യേഷ്ഠൻ അവിടുത്തെ വികാരി ജനറലാണ്. അപ്പോൾ അടുത്ത തെരഞ്ഞെടുപ്പിൽ സഭയുടെ പിന്തുണ താങ്കൾക്ക് ലഭിക്കുമെന്ന് തോന്നുന്നുണ്ടോ? അദ്ദേഹം ഇങ്ങനെയുള്ള കാര്യങ്ങളിലൊന്നും ഇടപെടാറുള്ള ആളല്ല. ഞാൻ മനസ്സിലാക്കിയതും അങ്ങനെയാണ്. സഭയ്ക്ക് അങ്ങനെ രാഷ്ട്രീയമൊന്നും ഇല്ല. സഭയുടെ നിലപാടുകൾ പറയും. ഈ അപ്പോ ജോൺ ജോസഫിന്റെ കടന്നവരോട് കൂടിയിട്ട് അവിടുത്തെ വലിയ വലിയ നേതാക്കളൊക്കെ നിശബ്ദരായി പോയി എന്നുള്ളൊരു ജനസംസാരമുണ്ട്. ജോസഫ് സാറ് പണ്ട് പറഞ്ഞിരുന്നത് മക്കളൊക്കെ വരുന്നത് വലിയ തെറ്റാണ്. അന്ന് അദ്ദേഹം പറഞ്ഞത് മക്കൾക്ക് ആർക്കും രാഷ്ട്രീയം പാടില്ല, മക്കൾ എന്ന് പറഞ്ഞാൽ രാഷ്ട്രീയത്തിൽ വരുന്ന വലിയ അപകടമാണ് എന്ന മട്ടിലൊക്കെയാണ് അന്ന് അദ്ദേഹം പറഞ്ഞിരുന്നത്.